നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിൽ പണക്കൊഴുപ്പും വടക്കൻ ലോബികളും അണിനിരത്തുന്ന അജണ്ടകൾ എത്ര വലുതായാലും അതിനെയെല്ലാം വെറും തൃണവൽഗണിച്ചുകൊണ്ട് തച്ചുടയ്ക്കാൻ കെൽപ്പുള്ള ഒരേയൊരു ഫാൻ ബേസ് മാത്രമേ ഈ ലോകത്തുള്ളൂ. അത് നമ്മുടെ സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന സിംഹത്തിന്റെ സ്വന്തം സഞ്ജു ആർമിയാണ്. കാലങ്ങളായി സഞ്ജുവിനെതിരെ പല കോണുകളിൽ നിന്നും ഉയർന്നുവരുന്ന അവഗണനകൾക്കും തഴയലുകൾക്കും ക്രിക്കറ്റ് മൈതാനത്തിന് പുറത്ത് ആരാധകർ ബാറ്റ് കൊണ്ട് മറുപടി നൽകാറുണ്ട്. എന്നാൽ ഇതാ കളിക്കളത്തിന് പുറത്ത് കോടികൾ മറിയുന്ന വമ്പൻ ബ്രോഡ്കാസ്റ്റിംഗ് ഭീമന്മാരായ സോണി നെറ്റ്വർക്കിനെ പോലും തങ്ങളുടെ ഫാൻ പവർ കൊണ്ട് മുട്ടുകുത്തിച്ചിരിക്കുകയാണ് സഞ്ജുവിന്റെ പടയാളികൾ. അതെ, ഇന്ത്യയുടെ ഈ വർഷത്തെ ആദ്യത്തെ വിദേശ പരമ്പര അടുത്തയാഴ്ച ആരംഭിക്കാനിരിക്കുകയാണ്. ഈ മാസം 26 മുതലാണ് ഇന്ത്യയും അയർലൻഡും തമ്മിലുള്ള 2 മത്സരങ്ങളുടെ 2020 പരമ്പരയ്ക്ക് തുടക്കമാകുന്നത്. അതിനുശേഷം ഇംഗ്ലണ്ടിലേക്ക് തിരിക്കുന്ന ഇന്ത്യൻ ടീം അവിടെ 5 2020 മത്സരങ്ങളിലും 3 ഏകദിനങ്ങളിലും മാറ്റുരയ്ക്കും. ഇന്ത്യയുടെ ഈ വലിയ ഐറിഷ് പര്യടനത്തിന്റെ ഔദ്യോഗിക സംപ്രേഷണാവകാശം നേടിയിരിക്കുന്നത് സോണി 6ഉം സോണി ലൈവുമാണ്. എന്നാൽ പരമ്പരയ്ക്ക് മുന്നോടിയായി ആരാധകരെ ആവേശം കൊള്ളിക്കാൻ സോണി പുറത്തുവിട്ട ആദ്യത്തെ പ്രമോഷൻ പോസ്റ്റർ കണ്ട മലയാളി സൂപ്പർ താരം സഞ്ജു സാംസന്റെ ആരാധകർ ഒരൊറ്റ നിമിഷം കൊണ്ട് ക്ഷുഭിതരാവുകയും സോഷ്യൽ മീഡിയയിൽ കനത്ത യുദ്ധം പ്രഖ്യാപിക്കുകയുമായിരുന്നു. കഴിഞ്ഞ ICC 2020 ലോകകപ്പിലെ ഇന്ത്യൻ ഹീറോയും പ്ലെയർ ഓഫ് ദി ടൂർണമെന്റുമായ സഞ്ജുവിനെ ആ പോസ്റ്ററിൽ നിന്നും അവർ ബോധപൂർവം അപ്രത്യക്ഷനാക്കി. പക്ഷെ സഞ്ജു ആർമിയുടെ നിരന്തരമായ വിമർശനങ്ങളും കടുത്ത സമ്മർദ്ദങ്ങളും ഒടുവിൽ ഫലം കണ്ടിരിക്കുകയാണ്. സഞ്ജുവിന്റെ വമ്പൻ ഫാൻ പവറിനു മുന്നിൽ ഒടുവിൽ സോണിക്ക് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു. തങ്ങളുടെ ആദ്യത്തെ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് സഞ്ജുവിന് വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ വേൾഡ് ചാമ്പ്യൻ പോസ്റ്റർ പുറത്തിറക്കാൻ സോണി നിർബന്ധിതരായി. വമ്പൻ കോർപ്പറേറ്റുകളെ പോലും കീഴടക്കിയ സഞ്ജുവിന്റെ ആ ഫാൻ പവറിന്റെയും വരാനിരിക്കുന്ന അയർലൻഡ് ഇംഗ്ലണ്ട് പരമ്പരകളുടെയും പൂർണ്ണമായ വിവരങ്ങളിലേക്ക് സ്പോർട്സ് പിച്ചിന്റെ ഒരു ഞെട്ടിക്കുന്ന മാസ് വിജയ വിശകലനത്തിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ സഞ്ജു ആരാധകരെ ഇത്രത്തോളം ചൊടിപ്പിച്ച സോഷ്യൽ മീഡിയയിൽ വലിയൊരു യുദ്ധത്തിന് കാരണമായ ആ ആദ്യ പോസ്റ്ററിന്റെ കഥയിലേക്ക് വരാം. അയർലൻഡ് പരമ്പരയ്ക്ക് മുന്നോടിയായി ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ പരമ്പരയ്ക്കുള്ള ഹൈപ്പ് കൂട്ടുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സോണി 6 ഒരു പ്രമോഷൻ പോസ്റ്റർ ഡിസൈൻ ചെയ്ത് പുറത്തിറക്കിയത്. എന്നാൽ ആ പോസ്റ്റർ കണ്ട സഞ്ജുവിന്റെ ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് അത് ഒട്ടും രസിച്ചില്ല. കാരണം ആ പോസ്റ്ററിന്റെ പ്രധാന തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: നമ്മൾ കാത്തിരിക്കുന്ന ഓപ്പണിംഗ് ജോഡി. അതിൽ ചിത്രങ്ങൾ നൽകിയിരുന്നത് യുവ ഓപ്പണർ അഭിഷേക് ശർമ്മയുടെയും ഈയടുത്ത് ടീമിലേക്ക് വന്ന വൈഭവ് സൂര്യവംശിയുടെയുമായിരുന്നു. ഒപ്പം ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ ചിത്രവും അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ 2020 ലോകകപ്പിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച ടൂർണമെന്റിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം വരെ സ്വന്തമാക്കിയ സഞ്ജു സാംസൺ എന്ന വലിയ മാച്ച് വിന്നർ ആ പോസ്റ്ററിൽ എവിടെയുമില്ലായിരുന്നു. 2020 ലോകകപ്പിലെ ആ മാന്ത്രിക പ്രകടനത്തോടെ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണറായും വിക്കറ്റ് കീപ്പറായും മാറിയത് സഞ്ജുവാണ്. വൈഭവ് സൂര്യവംശി ടീമിലുണ്ടെങ്കിലും അയർലൻഡിൽ സഞ്ജുവും അഭിഷേക് ശർമ്മയും തന്നെയായിരിക്കും ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡിയായി കളത്തിലിറങ്ങുക എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. എന്നിട്ടും അഭിഷേകും വൈഭവും തമ്മിലായിരിക്കും ഓപ്പൺ ചെയ്യുക എന്ന രീതിയിൽ സോണി 6 പോസ്റ്റർ ഇറക്കിയത് ആരാധകരെ ഞെട്ടിക്കുന്നതിനൊപ്പം കടുത്ത നിരാശയിലാക്കുകയുമായിരുന്നു. ഈ ഒരു അവഗണന പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ സഞ്ജു ആർമി വലിയ രീതിയിലുള്ള പ്രതിഷേധം അഴിച്ചുവിട്ടു. സോണി 6ന്റെ ഒഫീഷ്യൽ പേജുകളിലും പോസ്റ്റുകൾക്ക് താഴെയും മലയാളികളും അല്ലാത്തവരുമായ 10,000-കണക്കിന് ക്രിക്കറ്റ് ആരാധകരാണ് രൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങളുമായി രംഗത്തെത്തിയത്. ആരാധകർ ഒരേ സ്വരത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ഇനിയും സഞ്ജു സാംസൺ എന്ന കളിക്കാരൻ എന്താണ് തെളിയിക്കേണ്ടത്? കരിയറിലുടനീളം നേരിട്ട അവഗണനകളെല്ലാം ബാറ്റ് കൊണ്ട് തച്ചുടച്ച് ഒടുവിൽ ഒരു ലോകകപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഹീറോയായി മാറി പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ട്രോഫിയും കയ്യിലേന്തി നിൽക്കുന്ന ഒരു ലോക ചാമ്പ്യനെ ഒരു ചെറിയ പരമ്പരയുടെ പ്രമോഷൻ പോസ്റ്ററിൽ നിന്നും ഇത്തരത്തിൽ ബോധപൂർവം ഒഴിവാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? ഇത് വടക്കേ ഇന്ത്യൻ മാധ്യമങ്ങളും ചില വമ്പൻ ചാനലുകളും സഞ്ജുവിനെതിരെ നിരന്തരം കൊണ്ടു നടക്കുന്ന അജണ്ടകളുടെ ഭാഗമാണെന്ന് ആരാധകർ കൃത്യമായി ചൂണ്ടിക്കാട്ടി. പുതിയ പുതുമുഖ താരങ്ങൾക്ക് ഹൈപ്പ് നൽകാൻ വേണ്ടി ലോകകപ്പ് ഹീറോയെ ഒതുക്കുന്ന ഈ രീതി ഒട്ടും ശരിയായില്ലെന്നും സഞ്ജുവിനെ ബഹുമാനിക്കാൻ പഠിക്കണമെന്നും
ആരാധകർ മുന്നറിയിപ്പ് നൽകി. സഞ്ജുവിനെ ഒഴിവാക്കിയതിന്റെ പേരിൽ സോണി നെറ്റ്വർക്കിന്റെ ഒഫീഷ്യൽ ഹാൻഡിലുകൾ സോഷ്യൽ മീഡിയയിൽ പൂർണ്ണമായും എയറിലായ അവസ്ഥയിലായിരുന്നു. സഞ്ജു സാംസൺ ഫാൻസിന്റെ കടുത്ത പ്രതിഷേധങ്ങൾക്കും ഡിജിറ്റൽ ആക്രമണങ്ങൾക്കും ഇരയായതോടെ സോണി നെറ്റ്വർക്കിന് കാര്യം മനസ്സിലായി. സഞ്ജു ആർമിയോട് കളിച്ചാൽ ചാനലിന്റെ റേറ്റിംഗും സോഷ്യൽ മീഡിയ റീച്ചും അപ്പാടെ തകരും. ഒടുവിൽ ആരാധകരുടെ രോഷം കുറയ്ക്കാനും അവരെ സന്തോഷിപ്പിക്കാനുമായി സോണി നെറ്റ്വർക്ക് തങ്ങളുടെ കടുംപിടുത്തം അവസാനിപ്പിച്ച് മുട്ടുമടക്കുക തന്നെ ചെയ്തു. അവർ തങ്ങളുടെ ആദ്യത്തെ വലിയ തെറ്റിന് വലിയ രീതിയിൽ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് ഒരു പുതിയ പോസ്റ്ററുമായി രംഗത്ത് വന്നു. മലയാളി താരത്തിനു വേണ്ടി മാത്രം അവർ ഒരു സ്പെഷ്യൽ പോസ്റ്റർ തന്നെയാണ് പുറത്തുവിട്ടത്. അതും സാധാരണ ഒരു പോസ്റ്റർ അല്ല, സഞ്ജുവിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള കണ്ണു തള്ളിക്കുന്ന ഒരു കളർഫുൾ പോസ്റ്റ്. ആ പുതിയ പോസ്റ്ററിലെ വിശേഷണം ഇങ്ങനെയായിരുന്നു: ലോക ചാമ്പ്യൻ ഇപ്പോൾ സോണി സ്പോർട്സ് നെറ്റ്വർക്കിൽ സഞ്ജു സാംസൺ. ഈ ഒരു മാസ് പോസ്റ്റർ കണ്ടതോടെ സഞ്ജുവിന്റെ ആരാധകർ വലിയ സന്തോഷത്തിലാണ്. സഞ്ജുവിന്റെ വമ്പൻ ഫാൻ പവറിന് മുന്നിൽ ഒടുവിൽ വടക്കൻ അജണ്ടകൾ നെയ്യുന്ന ചാനലുകൾക്ക് കീഴടങ്ങേണ്ടി വന്നു എന്ന തരത്തിലായിരുന്നു സോഷ്യൽ മീഡിയയിലെ വിജയാഘോഷങ്ങൾ. സോണി പുതിയ പോസ്റ്റർ ഇറക്കി തലയൂരാൻ നോക്കിയെങ്കിലും ആരാധകർ അവരെ വെറുതെ വിട്ടില്ല. കനത്ത തഗ് മറുപടികളുമായി അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ചില പ്രധാന ആരാധക പ്രതികരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ആരാധകൻ കുറിച്ചത് ഇങ്ങനെയാണ്: ഒടുവിൽ സഞ്ജു സാംസണിനായി ഒരു വേൾഡ് ചാമ്പ്യൻ പോസ്റ്റർ തന്നെ സോണി പുറത്തിറക്കി. സഞ്ജു സാംസണിന്റെ ആരാധകരുടെ നിരന്തരമായ വിമർശനങ്ങളും സമ്മർദ്ദങ്ങളും ഒടുവിൽ ഫലം കണ്ടിരിക്കുകയാണ്. അജണ്ടകൾക്കെതിരെ ഭയമില്ലാതെ നിലകൊള്ളുകയും അദ്ദേഹത്തിന് അർഹമായ ആ വലിയ അംഗീകാരം ആവശ്യപ്പെടുകയും ചെയ്ത എല്ലാ സഞ്ജു പടയാളികൾക്കും നന്ദി. മറ്റൊരു ആരാധകൻ സോണിയുടെ ഈ നീക്കത്തെ ട്രോളിക്കൊണ്ടെഴുതിയത് ഇങ്ങനെയാണ്: അവസാനം നാശനഷ്ടം നിയന്ത്രിച്ചിരിക്കുകയാണ് അല്ലേ, പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളുടെ നന്ദിയൊന്നും വേണ്ട. ആരാധകരുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസണിന് തീർച്ചയായും നിങ്ങളെ പോലെയുള്ള പ്രചാരകരിൽ നിന്നോ ബ്രോഡ്കാസ്റ്റർമാരിൽ നിന്നോ ഒരു സ്ഥിരീകരണത്തിന്റെയും ആവശ്യമില്ല. കാരണം അദ്ദേഹം ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ രാജാവാണ്. സഞ്ജു സാംസണിനു മുന്നിൽ സോണി അവസാനം മുട്ടുമടക്കിയിരിക്കുകയാണ്. ഇതാണ് സഞ്ജുവിന്റെയും അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെയും യഥാർത്ഥ ശക്തി. എന്നിങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഈ മാസ് വിജയം ആഘോഷമാക്കിയത്. എന്തായാലും ഈ മാസം 26 മുതൽ ആരംഭിക്കുന്ന അയർലൻഡ് പര്യടനത്തിൽ സഞ്ജു സാംസൺ എന്ന ലോക ചാമ്പ്യൻ ഓപ്പണറുടെ തകർപ്പൻ ബാറ്റിംഗ് വിരുന്ന് കാണാൻ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. സോണി സ്പോർട്സ് നെറ്റ്വർക്കിൽ സോണി 6ലൂടെയും സോണി ലൈവിലൂടെയും മത്സരങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുമ്പോൾ തങ്ങളെ മുട്ടുകുത്തിച്ച സഞ്ജുവിന്റെ ഓരോ സിക്സറുകളും അവർക്ക് ലൈവായി കാണിക്കേണ്ടി വരുമെന്നത് ആരാധകർക്ക് ഇരട്ടി മധുരമാണ് നൽകുന്നത്. അഭിഷേക് ശർമ്മയും സഞ്ജുവും ചേരുന്ന ആ വെടിക്കെട്ട് ഓപ്പണിംഗ് ജോഡി അയർലാൻഡിലെയും പിന്നീട് നടക്കാനിരിക്കുന്ന ഇംഗ്ലണ്ടിലെയും പിച്ചുകളിൽ റൺസ് അടിച്ചുകൂട്ടി വിമർശകരുടെയും അജണ്ടക്കാരുടെയും വായടപ്പിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. തങ്ങളെ തഴയാൻ നോക്കുന്നവർക്ക് മുൻപിൽ തലകുനിക്കാതെ ഫാൻ പവർ കൊണ്ട് ചാനലുകളെ പോലും തിരുത്തിക്കുന്ന ഈ ചരിത്ര സംഭവം ഇന്ത്യൻ ക്രിക്കറ്റിൽ സഞ്ജുവിന് മാത്രമുള്ള പ്രത്യേകതയാണ്. അതേ സുഹൃത്തുക്കളെ, സഞ്ജു സാംസൺ എന്ന ലോക ചാമ്പ്യനെ ആദ്യം തഴയുകയും പിന്നീട് സഞ്ജു ആർമിയുടെ പവർ കണ്ടു ഭയന്ന് സ്പെഷ്യൽ പോസ്റ്റർ ഇറക്കി കീഴടങ്ങുകയും ചെയ്ത സോണി നെറ്റ്വർക്കിന്റെ ഈ ഒരു മാസ് സംഭവത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഇതാണ് സഞ്ജുവിന്റെ സൈന്യത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വരാനിരിക്കുന്ന അയർലൻഡ് പര്യടനത്തിൽ സഞ്ജു എത്ര റൺസ് അടിച്ചുകൂട്ടും? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി എല്ലാ ക്രിക്കറ്റ് ഗ്രൂപ്പുകളിലേക്കും സഞ്ജു ഫാൻസിലേക്കും ഷെയർ ചെയ്യുക. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതുപോലുള്ള കൃത്യമായ വിശകലനങ്ങളും സഞ്ജുവിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ മാസ് വാർത്തകളും തത്സമയം ആദ്യമേ അറിയാൻ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.